ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായി സ്നേഹമുള്ളവരെ, രാമനാഥപുര രൂപതയുടെ ഡിഡാക്കെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആ പ്രോഗ്രാം ഉപയോഗപ്പെടുത്തുന്നു എന്നറിയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. പിന്നൊരിക്കൽ വരുന്നൊരു ചോദ്യം വരുന്നതാണ്, ആരാണ് ഈ ബൈബിളിലെ പുസ്തകങ്ങളൊക്കെ സെലക്ട് ചെയ്ത് അറേഞ്ച് ചെയ്തത്? അതുപോലെ തന്നെ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ അതിൽ പെടാതെ പോയിട്ടുണ്ടോ? ഇത് വളരെ വ്യക്തമാണ്. കത്തോലിക്ക സഭയുടെ പ്രബോധനം അനുസരിച്ച് രണ്ട് ഗണത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. ഒന്ന് കാനോനിക്കൽ ബുക്സ്, രണ്ട് അപ്പോക്രിഫൽ ബുക്സ്. കാനോനിക്കൽ ബുക്സ് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ നമ്മൾ സഭ അംഗീകരിച്ചിട്ടുള്ള 73 പുസ്തകങ്ങൾ, പഴയ നിയമത്തിലെ 45ഉം പുതിയ നിയമത്തിലെ 27ഉം പഴയ നിയമത്തിൽ 45ഉം അങ്ങനെ അടങ്ങുന്ന പുസ്തകം, 46 അടങ്ങുന്ന പുസ്തകം. അങ്ങനെ 73 പുസ്തകങ്ങളാണ് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. അതിന് സഭയുടേതായ കാഴ്ചപ്പാടും ആർഗ്യുമെൻറ്റും ഉണ്ട്. അതായത് 1-ാം നൂറ്റാണ്ടിൽ പൂർത്തീകരിക്കപ്പെട്ട പുസ്തകങ്ങളാണ് ഈ 73 പുസ്തകങ്ങളായിട്ട് കർത്താവിൻ്റെ പഴയ നിയമത്തിലും പിന്നെ പുതിയ നിയമത്തിലും 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ. അത് അംഗീകരിച്ചത് ദമാസ്കോസ് മാർപ്പാപ്പയുടെ കാലത്താണ്. 4ാമത്തെ സെഞ്ച്വറിയിലാണ് ഈ കാനോനിക്കൽ ബുക്സ് ആയിട്ട് അംഗീകരിച്ചത്. അങ്ങനെ അതിൻ്റെ ക്രൈറ്റീരിയനായിട്ട് എടുത്തത് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ എഴുതപ്പെട്ട പുസ്തകങ്ങൾ എന്ന രീതിയിലാണ്. ബാക്കിയുള്ള പുസ്തകങ്ങൾ, ഒരുപാട് പുസ്തകങ്ങൾ പുതിയ നിയമ കാലഘട്ടത്തിലും പഴയ നിയമ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ വരെ എഴുതപ്പെട്ട, അവസാനം വരെ എഴുതപ്പെട്ട, അതായത് യോഹന്നാൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ ലേഖനങ്ങൾ, അതുപോലെ തന്നെ യോഹന്നാൻ്റെ വെളിപാട്, ഈ പുസ്തകങ്ങളാണ് ഏറ്റവും അവസാനം എഴുതപ്പെട്ട പുതിയ നിയമഗ്രന്ഥങ്ങൾ. അതുവരെയാണ് സഭ അംഗീകരിച്ചിട്ടുള്ളത്. അതായത് കർത്താവിൻ്റെ കാലം, അത് കഴിഞ്ഞ് അപ്പസ്തോലന്മാരുടെ കാലം, അപ്പസ്തോലന്മാരുടെ ശിഷ്യന്മാരുടെ കാലം. അതിനപ്പുറത്തേക്ക് പലതരത്തിലുള്ള വ്യാജമായിട്ടുള്ള എഴുത്തുകളും അതുപോലെ തന്നെ പലരും എഴുതിയിട്ട് പിന്നെ പേരിന് വേണ്ടി, പോപ്പുലാരിറ്റിക്ക് വേണ്ടി അപ്പസ്തോലന്മാരുടെ പേരിലാക്കിയിട്ടുള്ള സുവിശേഷങ്ങളും ലേഖനങ്ങളും മറ്റ് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും സഭ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ദമാസ്കോസ് മാർപ്പാപ്പയുടെ കാലം, 4ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ദമാസ്കോസ് മാർപ്പാപ്പയുടെ കാലത്താണ് ഈ കാനോനിസിറ്റി ഓഫ് ദ സേക്രഡ് സ്ക്രിപ്ചർ അത് ലിസ്റ്റ് അംഗീകരിച്ചത്. അതിന് മാനദണ്ഡം 1-ാം നൂറ്റാണ്ട് വരെ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ്. അത് സെലക്ട് ചെയ്ത് ആണ് അങ്ങനെ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഡിവിഷനേ ഉള്ളൂ. ബാക്കി ഒരുപാട് പുസ്തകങ്ങളുണ്ടെങ്കിൽ നമ്മൾ സഭ അത് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ അംഗീകരിക്കപ്പെടാത്ത പുസ്തകങ്ങൾ പറയുന്ന പേരാണ് അപ്പോക്രിഫൽ എന്ന് പറയുന്നത്. മറ്റതൊക്കെ കാനോനിക്കൽ ബുക്സ്, നമ്മൾ അംഗീകൃതമായിട്ടുള്ള പുസ്തകങ്ങൾ. മറ്റൊരു കാര്യം പറയുന്നത്, നമുക്ക് 2 വിശ്വാസ പ്രമാണങ്ങളുണ്ട്. രണ്ടൊന്നല്ല, പിന്നെയും വിശ്വാസ പ്രമാണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പൊതുവായിട്ട് അറിയപ്പെടുന്ന 2 വിശ്വാസ പ്രമാണങ്ങളാണ്. നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം, അത് AD 325 ആദ്യത്തെ സാർവത്രിക സൂനദോസിൽ തുടങ്ങി ആര്യനിസത്തിനെതിരെ ഉള്ള പ്രബോധനമായിട്ട്, പിന്നെ അത് പൂർത്തിയാക്കപ്പെട്ടത് മാർസ്യനെതിരെയുള്ള പ്രബോധനം നൽകാനായിട്ട് 351 കോൺസ്റ്റാന്റിനോപ്പിൾ കൂടിയ ആദ്യത്തെ സൂനദോസ്. അങ്ങനെ ആര്യനിസത്തിൻ്റെയും മാർസ്യനിസത്തിൻ്റെയും ആ പശ്ചാത്തലത്തിലാണ് മാർസ്യനിസം നമുക്കെല്ലാവർക്കും അറിയാലോ. മാർസിയസ് പറഞ്ഞത് തൃത്വത്തിൽ തന്നെ 3 ആളുകൾ ഒരുപോലെ തുല്യരല്ല എന്ന് പറഞ്ഞൊരു പാഷണ്ഡതയാണ് ഈ മാർസ്യനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പാഷണ്ഡത, അതായത് ഈശോയുടെ ദൈവത്വം നിഷേധിച്ച ആര്യനിസവും ഈശോ പിതാവിനോട് സമാനതയുള്ള വ്യക്തിയല്ല, തൃത്വത്തിലെ 3 പേരും ഒരുപോലെ സമാനരല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് മാർസ്യൻ. അങ്ങനെ ഈ 2 പാഷണ്ഡതയ്ക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ 2 സൂനദോസ് കൂടിയത്. അങ്ങനെ 2 സൂനദോസുകളെയും കൂടി പഠനത്തിൻ്റെ വെളിച്ചത്തിലാണ് നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം സഭ രൂപീകൃതമായത്. അതാണ് അഭിവക്ത സഭയുടെ, അതായത് ഫസ്റ്റ് മില്ലേനിയത്തിലുള്ള സഭയുടെ പൊതുവായിട്ടുള്ള വിശ്വാസ പ്രമാണം. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭകളും ഒക്കെ അംഗീകരിക്കുന്ന സഭകൾ, അതായത് എപ്പിസ്കോപ്പൽ ചർച്ച് അംഗീകരിക്കുന്ന സഭ. പിന്നെ നമുക്ക് വന്നത് റോമൻ മാമോദിസ റീത്തിൽ ഉപയോഗിച്ചിരുന്ന ഏകവചന രൂപത്തിലുള്ള അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം. നമുക്കറിയാലോ, ഈ നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണവും അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം തുടങ്ങിയത് അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ തന്നെയാണ്.
അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ രൂപപ്പെട്ട വിശ്വാസ പ്രമാണം തന്നെയാണ് അതിൻ്റെ പൂർണ്ണതയിൽ നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണമായിട്ട് സഭാപിതാക്കന്മാർ ചിന്തിച്ച് പ്രാർത്ഥിച്ച് പഠിച്ച് അംഗീകരിച്ച് തന്നത്. പിന്നെ റോമൻ റീത്തിൽ ടൊളേദോ എന്ന് പറയുന്ന സ്പെയിനിലെ സൂനദോസിൽ വെച്ചാണ്, ലാറ്റിൻ ചർച്ചിൻ്റെ സൂനദോസിൽ വെച്ചാണ് അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം അംഗീകരിക്കപ്പെട്ടത്. അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം നമ്മളത് ഏകവചന രൂപത്തിലാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഏകവചന രൂപത്തിലുള്ള അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം കുർബാന ഉപയോഗിക്കുന്നില്ലല്ലോ, ബഹുവചന രൂപത്തിലാണല്ലോ. കുർബാന എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ബലിയർപ്പണമാണ്. അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ അർപ്പിക്കുന്നു. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ലിറ്ററേച്ചർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സഭാ സമൂഹത്തിൻ്റെ അർപ്പണമാണ് വിശുദ്ധ കുർബാന, പുതുബലി എന്ന് പറയുന്നത്. ആ ബലിയിൽ പങ്കെടുക്കുന്നവർ ഒരേ മനസ്സോടെ ഒരേ വിശ്വാസത്തോടെ കൂടെ ഞങ്ങളുടെ വിശ്വാസ പ്രമാണം, സഭയുടെ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുന്നു. അതുകൊണ്ടാണ് കുർബാനയിൽ ഈ നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം ഉപയോഗിക്കുന്നത്. മറ്റത് ഏകവചന രൂപത്തിലാണ്. അത് റോമൻ റീത്തിലെ ബാപ്റ്റിസ്മൽ ലിറ്റർജിയുടെ അല്ലെങ്കിൽ ബാപ്റ്റിസം ഫോർമലായിട്ട് കടന്നു വന്നതാണ്. അപ്പോൾ മാമോദീസ സ്വീകരിക്കുന്ന, അത് മുതിർന്നവരാണെങ്കിൽ മുതിർന്നവർ തന്നെ ഏറ്റുപറയുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർ ജ്ഞാനസ്നാന മാതാപിതാക്കന്മാർ ഏറ്റുചൊല്ലുന്നു. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടി മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തി പറയും ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി അവർ ഏറ്റുപറയും ഞാൻ വിശ്വസിക്കുന്നു, അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ജ്ഞാനസ്നാന മാതാപിതാക്കന്മാർ. അപ്പോൾ അതുകൊണ്ട് വിശ്വാസ പ്രമാണം കുർബാനയിൽ ഈ ബഹുവചന രൂപത്തിൽ ചൊല്ലുന്നത് അത് സമൂഹത്തിൻ്റെ അർപ്പണമാണ്, സമൂഹത്തിൻ്റെ ബലിയാണ്. സമൂഹമാണ് വിശ്വസിക്കുന്നത്, സമൂഹമാണ് ഏറ്റുപറയുന്നത്, സമൂഹമാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് വൈദികൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ ആ അർത്ഥത്തിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്.